morning all. Good morning. Good morning, ma'am. Okay. അപ്പോൾ നമ്മളുടെ മോർണിംഗ് സർക്കിൾ തുടങ്ങിയിട്ട് ഇന്ന് 50ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ബ്രീത്തിങ് മെഡിറ്റേഷനോടുകൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആരൊക്കെ ഇതിൽ ഫസ്റ്റ് തൊട്ട് ഉണ്ടായെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എല്ലാവരും. എന്നാലും ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് പലരും. അപ്പോൾ എന്തായാലും ഇപ്പൊ നമ്മൾ ഒരു വട്ടായാലും ഇപ്പൊ ഒരു മെഡിറ്റേഷൻ, അതായത് നമ്മുടെ ആ ബ്രീത്തിങ്, ഡീപ്പ് ബ്രീത്തിങ് എടുത്തിട്ടുള്ള ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് എന്താണെന്നൊന്ന് പറയാമോ? അതായത് ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ചെയ്തല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? എന്താണ് ഫീൽ ചെയ്യുന്നതെന്നൊന്ന് പറയുമോ ആരെങ്കിലും? റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു. ഒരു റിലാക്സേഷൻ അല്ലെ, മൈൻഡും ബോഡിയും ഒരു റിലാക്സേഷൻ. നമ്മളത് ശരിക്കും ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ടല്ലേ. ഇപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക. പലതരത്തിൽ മെഡിറ്റേഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ടുള്ള, അതായത് ഫുള്ള് ശ്വാസം നമ്മൾക്ക് മാക്സിമം നമ്മൾ പറ്റണത്ര ഉള്ളിലേക്ക് എടുക്കും, എന്നിട്ട് അതിനൊന്ന് ഹോൾഡ് ചെയ്യും, പിന്നെ ആ ശ്വാസത്തിനെ പതുക്കെ പുറത്തേക്ക് വിടും. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ. അതല്ലാണ്ട് വേറെ ടൈപ്പ് മെഡിറ്റേഷൻ നമ്മുടെ ബ്രീത്തിങ്ങിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ്, അതായത് ഡീപ്പ് ബ്രീത്ത് ഒന്നും എടുക്കണില്ല, നമ്മുടെ നോർമൽ ബ്രീത്തിങ്ങിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കും. ആ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ നമ്മളുടെ മതങ്ങളിലൊക്കെ എല്ലാ മതങ്ങളിലും ചെയ്യുന്ന ധ്യാനം, അതായത് ദൈവത്തിനെ ധ്യാനിച്ചുകൊണ്ട്, ദൈവത്തിനെ മാത്രം നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട്, അത് എല്ലാ മതങ്ങളിലും ഉള്ളതാണല്ലേ. അതൊക്കെ എന്താണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ എല്ലാ മെഡിറ്റേഷനും ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ചെയ്ത ഒരു ബ്രീത്തിങ്, അതായത് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ടുള്ള ഈ ഒരു മെഡിറ്റേഷൻ നമ്മളത് ചെയ്യുമ്പോൾ അത് ചെയ്തത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ അത് ആ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്താണ് നടക്കുന്നത്, നമ്മൾ ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ സാധാരണ നോർമൽ ബ്രീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണല്ലേ, നമ്മൾ അറിയുന്ന പോലില്ല. നമ്മൾ ശ്വാസം എടുക്കുന്നു വിടുന്നു അതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുക. പണ്ടത്തെ കാലത്തേക്കുള്ള ഋഷിമാരും സന്യാസിമാരും ഒക്കെ എന്താണ് ഈ മൈൻഡിനെ കാമാക്കാൻ വേണ്ടിയിട്ട്, മൈൻഡിനെ കാമാക്കാനും ബോഡി ഒന്ന് റിലാക്സ് ആക്കാനായിട്ടുള്ള എന്താണ് അതിനുള്ള മാർഗങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ അവരിങ്ങനെ നാച്ചുറനൊക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മുടെ ശ്വാസത്തിനെ ഒന്ന് സ്ലോ ആക്കിയിട്ട്, ഭയങ്കര സ്ലോ ആക്കിയിട്ട്, അല്ലെങ്കിൽ ദീർഘശ്വാസം എടുത്തിട്ട് നമ്മളിപ്പോ ചെയ്ത പോലെ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രീത്തിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയും കാമാക്കി വെക്കാൻ പറ്റുമെന്ന് അവരിങ്ങനെ കണ്ടെത്തായിരുന്നു. അങ്ങനെ അവർ അതിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ അവര് ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങനെയാണ് ഈ മെഡിറ്റേഷന്റെ സ്പെഷ്യൽ ബ്രീത്തിങ് മെത്തേഡ്സുകളൊക്കെ അവർ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് അതിന്റെ റിസൾട്ട്, ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര ഒരു ജീവന്റെ ഒരു ഇതാണല്ലേ, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൈൻഡും ബോഡി റിലാക്സ് ആക്കി വെക്കാൻ പറ്റുമെന്ന് അവർ കണ്ടെത്തായിരുന്നു. അങ്ങനെ അതിന്റെ പ്രാക്ടീസുകളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് സ്പെഷ്യൽ ബ്രീത്തിങ് മെത്തേഡുകളൊക്കെ വന്നത്. ഇപ്പൊ നമ്മൾ യോഗയിലാണെങ്കിൽ പ്രാണയാമ എന്ന് പറയും, മെഡിറ്റേഷനിൽ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇത് പ്രാണയാമ എനിക്കറിയില്ല കേട്ടോ, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് യോഗ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ്. പിന്നീട് ഇത് ഒരുപാട് പണ്ട് കാലത്തൊക്കെ തന്നെ തൊട്ടുള്ളതാണ് ഈ മെഡിറ്റേഷൻ, ധ്യാനം എന്നൊക്കെ പറയുന്നത് അല്ലെ. പിന്നീട് മോഡേൺ സയൻസ് അത് പ്രൂവ് ചെയ്യായിരുന്നു. അതായത് ഈ മെഡിറ്റേഷൻ ബ്രീത്തിനെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് മോഡേൺ സയൻസ് പ്രൂവ് ചെയ്യായിരുന്നു. അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സും
വലിയ വലിയ ഡോക്ടേഴ്സും ഒക്കെ എല്ലാവർക്കും രോഗികൾക്കായാലും സജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ഈ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാന്നുള്ളത്. നമുക്ക് മെന്റലിയും ഫിസിക്കലിയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ഡീപ്പ് ബ്രീത്തിന്റെ ഒരു ഇത് ചെയ്തു അല്ലെ, ചെയ്തപ്പോ നമ്മുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ എന്താണ് നമ്മുടെ ബോഡിയിൽ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നടക്കുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലങ്സിന്റെ താഴെയായിട്ട്, നമ്മളുടെയൊക്കെ ലങ്സിനോട് അറ്റാച്ച് ചെയ്തിട്ട് താഴെയായിട്ട് ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത്, അതായത് ദീർഘശ്വാസം നമ്മൾ എടുക്കുമല്ലോ, ഫുള്ള് ശ്വാസം ഇങ്ങനെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഡയഫ്രം എന്ന് പറഞ്ഞ സാധനം, ലങ്സിന്റെ താഴെയുള്ള ആ ഡയഫ്രം ഇങ്ങനെ താഴത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്, അടിയിലേക്ക് മൂവ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ബെല്ലി എക്സ്പാൻഡ് ചെയ്യും അല്ലെ. നമ്മൾ ഡീപ്പ് ബ്രീത്ത് ഒന്ന് എടുത്ത് നോക്കുമ്പോ എന്താണ്, നമ്മുടെ വയറ് എക്സ്പാൻഡ് ചെയ്യണതായിട്ട് കാണാം. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലങ്സിന് തൊട്ട് താഴെ ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, പാർട്ട് ഉണ്ട്. അത് താഴത്തേക്ക് മൂവ് ആവും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഓക്സിജൻ ഇങ്ങനെ അത് ലങ്സിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്യും. ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ ഒരുപാട് ഓക്സിജന് ഇങ്ങനെ പുള്ള് ചെയ്യണം അല്ലെ, ലങ്സിലേക്ക് പുള്ള് ചെയ്യുന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർ ഓക്സിജൻ ഇൻ, മോർ കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്. നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലോവർ ലങ്സ് പോലും ഫില്ലാവണം, ഓക്സിജനെ കൊണ്ട് നിറയണം. അതായത് ലങ്സിന്റെ താഴത്തെ ഭാഗം വരെ ഓക്സിജനെ കൊണ്ട് ഫില്ലാവണം. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഒരുപാട് ബ്ലഡ് വെസൽസ് ഉള്ളത്. ഈ ഓക്സിജൻ എങ്ങോട്ടാ പോണത്, നമ്മുടെ ഈ ലങ്സിൽ കൂടെ മൂക്കിൽ കൂടെ എടുത്ത് ലങ്സിൽ എത്തിയ ഓക്സിജൻ അത് നമ്മുടെ സെല്ലുകളിലേക്കാണ് അല്ലെ പോണത്. സെല്ലുകളിലേക്ക് നമ്മുടെ ബ്ലഡിൽ കൂടെ ആയിരിക്കും സെല്ലുകളിലേക്ക് പോവാ. അപ്പൊ നമ്മൾ ഒരുപാട് ദീർഘശ്വാസം എടുക്കുന്ന സമയത്ത് ഒരുപാട് ഓക്സിജൻ വന്നിട്ട് നമ്മുടെ ലോവർ ലങ്സിൽ ഫില്ലാവുമ്പോൾ അവിടെയാണ് ഒരുപാട് ബ്ലഡ് വെസൽസ് ഉള്ളത്. അപ്പൊ ഈ ബ്ലഡ് വെസൽസിൽ കൂടെയൊക്കെ ബ്ലഡിൽ കൂടെയൊക്കെ ഈ ഓക്സിജൻ നമ്മുടെ സെല്ലുകളിലേക്കൊക്കെ എല്ലായിടത്തും എത്താണ്. ഒരുപാട് ഓക്സിജൻ എത്തിയിട്ട് പിന്നെ അവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിജൻ സെല്ലുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെടുക്കണം. സെല്ലുകളിലേക്ക് ഓക്സിജൻ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെടുക്കണം. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ നമ്മുടെ ലങ്സിൽ കൂടെ വന്ന് പിന്നെ അത് വന്നിട്ട് നമ്മുടെ മൂക്കിൽ കൂടെ അത് പുറത്തേക്ക് പോകും അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ലീവ് ആവാൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വെയിറ്റ് ഗ്യാസ് ആണല്ലേ നമ്മുടെ. അപ്പൊ അത് ഒരുപാട് ലീവ് ആവാനായിട്ട് നമ്മളിങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മളെ അത് സഹായിക്കും. അതായത് ഒരുപാട് ഓക്സിജൻ നമ്മുടെ ലോവർ ലങ്സിൽ വന്ന് ഫില്ലായിട്ട് അത് അവിടുത്തെ ബ്ലഡ് വെസൽസിൽ കൂടെയൊക്കെ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട് അവിടെ, അത് സെല്ലുകളിലേക്ക് ഒരുപാട് ഓക്സിജൻ എത്തി അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് ലീവ് ആവണം ഈ ഡീപ്പ് ബ്രീത്ത് നമ്മൾ എടുക്കുമ്പോൾ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ആവും. നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ആവണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീപ്പ് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ ശരീരത്തിൽ വാഗസ് നെർവ് എന്ന് പറഞ്ഞിട്ടൊരു നെർവ് ഉണ്ട്, ഒരു നാഡിയുണ്ട് വാഗസ് നെർവ് എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ സ്റ്റിമുലേറ്റ് ആവും എന്നാണ് പറയുന്നത്. ഇത് സ്റ്റിമുലേറ്റ് ആവുമ്പോൾ ഇതെന്താ, ഈ വാഗസ് നെർവിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിന് ഒരു മെസ്സേജ് കൊടുക്കുക. അതായത് നമ്മുടെ മൈൻഡിനെ കാമാക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഇതാണ് ഈ വാഗസ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബ്രെയിനിന്, നമ്മുടെ മൈൻഡിനെ ഒന്ന് കാമാക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കണം. അതാണ് ഹാർട്ട് റേറ്റ്. അങ്ങനെ നമ്മുടെ ഹാർട്ട് റേറ്റ് സ്ലോ ആവും, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ നമുക്ക് സ്ലോ ആവും ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നെർവസ് സിസ്റ്റം ഷിഫ്റ്റ്. നെർവസ് സിസ്റ്റം ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീവ്യവസ്ഥ.
നമ്മൾക്ക് 2 തരത്തിലുള്ള നാഡീവ്യവസ്ഥ ഉണ്ട്. സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഉണ്ട്. അതിൽ ഈ പാരാസിമ്പത്തറ്റിക് എന്നുള്ളതാണ് നമ്മുടെ ബോഡീനെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ബോഡി മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയിട്ട് വരുമ്പോൾ പാരാസിമ്പത്തറ്റിക് ആക്റ്റീവ് ആവുമ്പോഴാണ് റിലാക്സ്ഡ് ആവുന്നത് നമ്മുടെ ബോഡി മൈൻഡൊക്കെ. അപ്പൊ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാരാസിമ്പത്തറ്റിക്കും ആക്റ്റീവ് ആവാണ്. അപ്പൊ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. കോർട്ടിസോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ ബോഡിയിലെ സ്ട്രെസ് കൂട്ടുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കോർട്ടിസോളിനെ കുറച്ചിട്ട് നമുക്ക് നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ് ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ ഇതും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ പറയണത് വെച്ചാൽ ബ്രെയിൻ ഗെറ്റ്സ് മോർ ഓക്സിജൻ. ഒരുപാട് ഓക്സിജൻ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഓക്സിജൻ ഒരുപാട് നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ തിങ്കിങ് ഉണ്ടാവും, നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ബെറ്റർ മൂഡ്, നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല, നമ്മൾക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാതെ ഒരു ഇതുപോലെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് ഈ ഡീപ്പ് ബ്രീത്തിങ് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാവുന്നുള്ളത്. അതായത് നമ്മളുടെ ഡയഫ്രം മൂവ് ആവണം. നമ്മുടെ ഫസ്റ്റത്തെ ഡയഫ്രം നമ്മുടെ മൂവ് ആവണം. അതായത് നമ്മുടെ ലങ്സിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഡയഫ്രം താഴത്തേക്ക് മൂവ് ആവും. അങ്ങനെ എന്താണ്, ഒരുപാട് ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് അത് പുള്ള് ചെയ്യും. പിന്നെ ഒരുപാട് ഓക്സിജൻ നമ്മുടെ ലങ്സിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോശങ്ങളിൽ എത്തിയിട്ട് സെല്ലുകളിൽ എത്തിയിട്ട് പിന്നെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡും അത് റിലീസ് ആക്കും നമ്മുടെ ബോഡിയിൽ നിന്ന്. പിന്നെ ഹാർട്ട് റേറ്റ് കുറയും, അതുപോലെ ബ്ലഡ് പ്രഷർ കുറയും. അതായത് വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, പാരാസിമ്പത്തറ്റിക് ആക്റ്റീവ് ആവുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ്, ഒരുപാട് ഓക്സിജൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ക്ലിയർ തിങ്കിങ്ങിനും ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡീപ്പ് ബ്രീത്തിങ്, ഈ എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു നല്ലൊരു വലിയ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടും. മെന്റലി ആൻഡ് ഫിസിക്കലി നമുക്കതൊരു വലിയ റിസൾട്ട് ആയിട്ട് അത് കിട്ടുന്നുള്ളതാണ്. ഈ ഡീപ്പ് ബ്രീത്തിങ്ങിന്റെ ഒരു എന്താണ് നമ്മളുടെ ബോഡിയിൽ നടക്കുന്നതെന്നുള്ളതാണ് ഇപ്പോ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ആർക്കെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ രാവിലെ ചെയ്ത ഡീപ്പ് ബ്രീത്തിങ്ങിന്റെ ആ ഒരു ഇത് ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ്, ഇനി വേറൊരു മെഡിറ്റേഷൻ ഉണ്ട്. ഡീപ്പ് ബ്രീത്ത് അല്ലാണ്ട് നമ്മുടെ ബ്രീത്തിങ്ങിൽ, നോർമൽ ബ്രീത്തിങ്ങിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിറ്റേഷൻ. ഇതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ. നമ്മുടെ അനാവശ്യമായിട്ടുള്ള തോട്ടുകളെ കുറച്ച്, ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ കിട്ടും. അനാവശ്യമായിട്ടുള്ള തോട്ടുകളെ കുറച്ച് നമ്മുടെ സ്ട്രെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഈ നിങ്ങൾക്ക് ചെയ്യുന്നവരുണ്ടാവും ട്ടാ. ആരെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് നമ്മുടെ ബ്രീത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ബ്രീത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത്, അത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് പോകുന്നത്, ബ്രീത്തിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന മെഡിറ്റേഷൻ ഇതാണ്, എക്സസൈസ് ആണ്. ഇതുകൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ചെയ്യാം. പിന്നെ ഒരു 15 മിനിറ്റ് വരെയൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, ഡെയിലി ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് ഒരുപാട് നല്ലതാണ്. നമ്മുടെ തോട്ടുകളെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ് തോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രെസ് കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും. ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്കത് ചെയ്യണമെങ്കിൽ കണ്ണടച്ചിരിക്കുക. നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് പറ്റുമെങ്കിൽ നമ്മൾ കണ്ണുമ്മല് ലൈറ്റ് തീരെ ഇല്ലാണ്ടൊക്കെ ഒന്നെങ്കിൽ റൂം ഡാർക്ക് ആക്കിയൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐപാഡ് എങ്ങാനും കണ്ണുമ്മല് വെക്കുക. എന്ന് കണ്ണടച്ചിരുന്നിട്ട് ഫസ്റ്റ് നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളൊന്നും ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ ചിന്തകൾ കുറഞ്ഞു വരും ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ. ശ്വാസം ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത് ശ്രദ്ധിക്കുക, ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ശ്വാസം ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിന്തകൾ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മളിങ്ങനെ
ചിന്തകൾ അലഞ്ഞു പോകും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾക്ക് അത് ഓർമ്മ വരും അല്ലെ. ഓർമ്മ വരാന്നുള്ളത് തന്നെ ഒരു ഇതാണ്, മൈൻഡ്ഫുൾനെസ് ആണ്. നമ്മളത് ഓർമ്മ വരുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ തുടക്കത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ശരിയാവണില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ചിന്തകൾ കുറെ വരുന്നുണ്ടല്ലോ, എനിക്ക് ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റണില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതെന്തായാലും തുടക്കത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവും. നമ്മളൊരു 2 ആഴ്ചയൊക്കെ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ കൃത്യമായിട്ട് നമ്മളൊരു 2 വീക്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ശരിക്കുള്ള ഗുണങ്ങൾ നമ്മളുടെ മൈൻഡിലും ബോഡിയിലും നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ കണ്ണടച്ചിരിക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നമ്മളുടെ നോർമൽ ബ്രീത്തിങ്ങിൽ ഇങ്ങനെ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക, അതായത് ശ്വാസം പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. തോട്ടുകൾ വരുമ്പോ തോട്ടുകൾ വന്നോട്ടെ, കുഴപ്പമില്ല. വീണ്ടും അത് മനസ്സിലാക്കുമ്പോൾ വീണ്ടും ശ്വാസം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളൊരു ടൈമറൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഒക്കെ അങ്ങനെ ചെയ്യുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ടൈമർ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതെന്തൊക്കെയാന്ന് പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ, നമ്മുടെ ശ്വാസത്തിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള തോട്ടുകൾ കുറയാണ് അവിടെ അല്ലെ. അതായത് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോട്ടുകൾ കുറയും, നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിന് കിട്ടും. ഒരുപാട് തോട്ടുകൾ കുറയുമ്പോൾ തന്നെ നമ്മൾക്ക് സ്ട്രെസ് കുറയും അല്ലെ. അനാവശ്യമായിട്ടുള്ള തോട്ടുകളാണ് ഒരുപാട് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുള്ളതാണ്. ഇപ്പൊ സ്ട്രെസ് ഉണ്ടായാൽ തന്നെ നമുക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു ആൻഷ്യറ്റി സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റും, ഡിസിഷൻസ് തെറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉത്പാദിപ്പിക്കും. കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോൺ ആണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും സ്ട്രെസ് നമുക്ക് ഉണ്ടെങ്കിൽ കോർട്ടിസോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉത്പാദിപ്പിക്കും. ഈ കോർട്ടിസോൾ ഒരുപാട് ഉത്പാദിപ്പിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫിസിക്കലി എഫക്ട് ചെയ്യും. നമുക്ക് പ്രമേഹം പോലത്തുള്ള ഡയബറ്റീസ് പോലത്തുള്ള അസുഖങ്ങൾ കൂടും. പിന്നെ ബ്ലഡ് പ്രഷർ കൂടും, ഭയങ്കരമായിട്ട് കൂടും. സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ കാമാക്കി വെക്കാനും സ്ട്രെസ് ഇല്ലാണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാനും ശ്രമിക്കണം എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മളത് മെന്റലിയും ഫിസിക്കലിയും ഒരുപാട് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് ബാധിക്കുന്നുണ്ട്. അപ്പൊ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ, ഈ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമുക്ക് പ്രമേഹം വരും. അതുപോലെ ബ്ലഡ് പ്രഷർ കൂടും, ഉറക്കക്കുറവ് ഉണ്ടാവും. ഫിസിക്കലി മെന്റലി നമ്മളെ ഒരുപാട് ബാധിക്കും. അതുപോലെ തന്നെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ടും ഒരുപാട് ബന്ധപ്പെട്ടതാണല്ലേ. അതായത് നമുക്കിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് നമ്മളത് മരുന്നിനോടൊപ്പം തന്നെ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കുറയും. അല്ലെങ്കിൽ നമ്മൾ എനിക്കൊരു അസുഖം വന്നല്ലോ, ഇപ്പൊ ഒരുപാട് മാരക അസുഖങ്ങളൊക്കെ വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അസുഖം കൂടുകയാണ് ചെയ്യുക അല്ലെ. നമുക്കറിയാം ഒരുപാട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ അതിജീവിച്ച് ജീവിക്കുന്നവരുണ്ടല്ലേ. അപ്പൊ അവരവരുടെ പോസിറ്റീവായിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡാണ് അവർക്ക് അങ്ങനെ ആ ഒരു ഇതിൽ ഇരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കാന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ തന്നെ സ്വയം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇത് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള തോട്ടുകളെ നമ്മൾക്ക് കുറച്ച് നമ്മൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനും കൂടുതൽ ഇരിക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും ഈ ഇത് ചെയ്യുമ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ നമുക്ക് ക്വാളിറ്റി ഓഫ് ദ സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്ട്രെസ്സുകൾ കുറയുമ്പോൾ ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മൈൻഡ് കാമാകുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വരും. പിന്നെ അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ആക്കുന്നുള്ളതാണ്, ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി. അതായത് ഈ ബ്രീതിങ് ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അസുഖങ്ങൾ നമുക്ക് കുറയും. പിന്നെ ഫോക്കസ് കൂടും. ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പോ നമ്മുടെ എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും നമ്മുടെ നിത്യജീവിതത്തിലായാലും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും ഈ ഒരു എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫോക്കസ് നമുക്ക് അങ്ങനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്രെയിനിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നമുക്ക് ഫോക്കസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും.
അതുപോലെ തന്നെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും തന്നെയാണ് മൈൻഡ് കാം ആകുമ്പോഴും തന്നെ നമ്മൾ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് അത് നമ്മളെ സഹായിക്കും. നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മളെ ഈ എക്സസൈസ് ബ്രീത്തിങ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ സ്ട്രെസ് കുറയുമ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്ലഡ് പ്രഷർ ലോ ആവാനായിട്ടും ഹാർട്ട് റേറ്റ് ലോ ആവാനൊക്കെ ആയിട്ടും നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഇമ്പ്രൂവ് ആവും. റൌസ് സാർ എന്നൊരു ക്ലാസ് എടുത്തിരുന്നല്ലോ ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റി. അതായത് ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് ഇമ്പ്രൂവ് ആവാനായിട്ട് നമുക്ക് ഈ ബ്രീത്തിങ്ങിന്റെ എക്സസൈസുകളും ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇരുന്നിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അതായത് നമുക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സുകളും അറിയാനും എല്ലാത്തിനും നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒരു റിലാക്സ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്കത് സഹായിക്കും. അപ്പൊ ബെറ്റർ റിലേഷൻഷിപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ചലഞ്ചുകളൊക്കെ വരുമ്പോൾ തന്നെയും അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടും ഇതുപോലുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. ശരിക്കും നമ്മളൊരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരേ സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ ആ ഒരു ഇപ്പൊ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, പിന്നെ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ബ്രീത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു കാമായിട്ടുള്ള വോളിയം കുറച്ചിട്ടൊരു മ്യൂസിക് ഒക്കെ ഇടാം. എന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾക്ക് ഒരു ശല്യങ്ങളോ ഡിസ്ട്രാക്ഷൻസോ ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല. ഫോണൊക്കെ നമ്മൾ മാറ്റി വെക്കുക. വേറൊരു ശല്യമില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ച് തുടക്കത്തിലുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. 2 ആഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലും ബോഡിയിലും അതിന്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു അതായത് ഈ ബ്രീത്തിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ റെഡ്യൂസ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മളതിന് സഹായിക്കും. ഇംപ്രൂവ് ക്വാളിറ്റി സ്ലീപ്പിനെ സഹായിക്കും. ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. എൻഹാൻസ് ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇംപ്രൂവ് ഡിസിഷൻ മേക്കിങ്ങിന് ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ സഹായിക്കും. ലോവർ ബ്ലഡ് പ്രഷർ, ലോവർ ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ സഹായിക്കും. സപ്പോർട്ട് ഓവറോൾ വെൽബീയിങ്ങിന് അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഡെവലപ്പ് ഇമോഷണൽ ഇന്റലിജൻസ്, ബിൽഡ് ബെറ്റർ റിലേഷൻഷിപ്പ്, ഹാൻഡിൽ ലൈഫ് ചലഞ്ചസ് എഫക്റ്റീവ്ലി. ലൈഫ് ചലഞ്ചസ് ഒക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ടും ഈ ഡീപ്പ് ബ്രീത്തിങ് പോലുള്ള എക്സസൈസുകൾ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് നമ്മൾ രാവിലെ തന്നെ ചെയ്യുന്ന നമ്മളിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ആ ഒരു എക്സസൈസ് ബ്രീത്തിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സസൈസ്, അത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ഗുണകരമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ രാവിലെ നമ്മൾ ഇതിപ്പോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ വൈകുന്നേരം കുറച്ച് ഉറങ്ങുന്നതിന് മുമ്പൊക്കെ കുറച്ച് സമയം കണ്ടെത്തി ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാനും രാവിലെ നല്ലൊരു ഇതോടുകൂടി എണീക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ ഒരു തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ശ്വാസത്തിലേക്ക് ഇങ്ങനെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശ്വാസം ഇങ്ങനെ സ്ലോ ആവണതാണ് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ കൂട്ടി കുറച്ച് ദിവസം ചെയ്ത് പിന്നെ ഇങ്ങനെ നമുക്കത് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്നാളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ഗ്രാൻഡ് മദർ 3/4 മണിക്കൂർ നേരൊക്കെ ഇരുന്നിട്ട് ഇത് ചെയ്യുന്നുള്ളതാണ് പറയണത്. അവര് സംസാരിക്കണ കണ്ടാൽ തന്നെ അത്രയും എനർജറ്റിക് ആയിട്ടാണ്. നല്ല ഏജ് ഉണ്ട്, പക്ഷെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് അവർ അത്രയും എനർജറ്റിക് ആയിട്ട് അവര് ഇരിക്കുകയാണ്.
അപ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മളിങ്ങനെ ബ്രീത്തിങ്, മൈൻഡ്ഫുൾ ബ്രീത്തിങ് ചെയ്യുന്നതുകൊണ്ട്. അതായത് കൺട്രോൾഡ് ബ്രീത്തിങ്, സ്ലോ ബ്രീത്തിങ്, ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തായാലും നമ്മളത് ചെയ്യുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? ബ്രീത്തിങ് എക്സസൈസുകൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടോ? റഷീദ് സർ ചെയ്യാറുണ്ടോ? നമ്മളത് കൃത്യമായിട്ട് ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും അതിന്റെ. ഞാനിത് ചെയ്യാറുണ്ട്. സാർ അബ്ദുൽ ലത്തീഫ് സാർ ചെയ്യാറുണ്ട്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. ഈ തരം ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. നമ്മള് സ്ഥിരമായിട്ട് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്കതിന്റെ പ്രശ്നം. എന്നാലും അത് നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ വളരെ കറക്റ്റാ. ഇത് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഫീൽ ചെയ്യും. അതെ അതെ. ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പോ സജസ്റ്റ് ചെയ്യണത് ഇതാണ്, രോഗികൾക്കൊക്കെ ഈ എക്സസൈസ് ബ്രീത്തിങ്. ഇതിപ്പോ പണ്ട് കാലത്ത് ആൻഷ്യന്റ് ടൈമിലൊക്കെ ഇത് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പൊ മോഡേൺ സയൻസ് അത് പ്രൂവ് ചെയ്തേക്കാണ്. ഇത്തരം ബെനിഫിറ്റുകൾ നമുക്ക് ഈ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും ഇല്ലല്ലേ, നമുക്കൊരു പൈസ ചെലവും ഇല്ല. ഇപ്പൊ ഒരു ജിമ്മില് നമ്മൾ പോണെങ്കിൽ തന്നെ നമ്മൾ പൈസ കൊടുക്കണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഒരു ചെലവില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് സ്ഥിരമായിട്ട് ചെയ്തിട്ട് അതിന്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കാന്നുള്ളതാണ്. മൊത്തത്തില് ഇത് കറക്റ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത്രയും ഭയങ്കര ഒരു ഇതായിരിക്കും അവർക്ക് കറക്റ്റ് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നവർക്ക്. പൈസ ചെലവില്ലെങ്കിലും മനസ്സിങ്ങനെ ഇരുന്ന് കിട്ടാനാണ് പ്രശ്നം. പ്രശ്നമല്ലേ, ഓട്ടത്തിലാണല്ലോ. അതിന്റെ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ വിട്ടുപോകും. ഒരു ജോലിയില്ല, തിരക്കാണല്ലോ. അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ മൈൻഡൊക്കെ കാമായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കിട്ടുക എന്നുള്ളതാണ് പ്രശ്നം. ഇരുന്ന് കിട്ടിയാലും പക്ഷെ അതെ നമ്മളിപ്പോ അത് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് കണ്ടെത്തി അത് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ സമയം നമ്മുടെ കൈക്കുള്ളിലാവുന്നുള്ളതാണ്. പിന്നെ നമുക്ക് കുറെ ടെൻഷൻ കുറയുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസും കൂടും. നമുക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല ടൈം മാനേജ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അത് നമ്മളിത് ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ അത് വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഞാനും ഇതുപോലെ തന്നെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ഞാൻ രാവിലെ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഡീപ്പ് ബ്രീത്തിങ്ങിന്റെ ആ ഒരു ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ മിക്കപ്പോഴും രാത്രിക്കൽക്ക് നീട്ടി വെച്ചു. രാത്രിക്കൽക്ക് വെച്ച കാരണം കൊണ്ട് ഇപ്പൊ ചില ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ്. നമ്മൾ രാവിലെ ഇത് ചെയ്യുകയാണെങ്കിൽ ഡേ ഫുള്ള് നമ്മൾ ഒരു എനർജി നമുക്ക് കിട്ടും, ഒരു കാംനെസ്. പലപ്പോഴും നമുക്ക് പറ്റാതിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പോയി പോകുന്നത്. രാത്രിയാകുമ്പോൾ ഇത്ര ഒരു എഫക്റ്റ് കിട്ടിക്കൊള്ളാമില്ല. ഉറക്കമൊക്കെ നന്നാവും. രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ നമുക്കൊരു ഉന്മേഷം കിട്ടും. അതെ ആരെങ്കിലും എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? നമുക്കപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു ഓൾ.